നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പും ഏത്തപ്പഴം വെച്ചിട്ട് നമ്മൾ പല സ്മൂത്തീസും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ ഒപ്പം ഗോതമ്പാണ് ചേർക്കാൻ പോകുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് വെറൈറ്റീസ് ഓഫ് സ്മൂത്തീസ് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗോതമ്പ് ചേർത്തിട്ട് എങ്ങനെയാണ് സ്മൂത്തി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഒരു ഏത്തപ്പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇത് കഴിക്കുമ്പം നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലായിട്ടിരിക്കും, പെട്ടെന്നൊന്നും വിശക്കില്ല. അപ്പോൾ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പഴമൊക്കെ മിക്സിയുടെ ബ്ലെൻഡർ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഗോതമ്പാണ്. ഇത് നന്നായിട്ട് വറുത്തെടുത്ത ഗോതമ്പാണ്. നമ്മൾ അരിയൊക്കെ വറുക്കില്ലേ ഈ അരി ഉണ്ട ഉണ്ടാക്കാനായിട്ട്, അതുപോലെ വറുത്തെടുത്ത ഗോതമ്പാണ്. നന്നായിട്ട് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ ഗോതമ്പ് നല്ല ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുക്കുക. എന്നിട്ട് ഗോതമ്പ് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് പൊട്ടുന്നത് വരെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം പാലൊഴിച്ചിട്ട്, 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അല്പം പാലൊഴിച്ചിട്ട് നന്നായിട്ടതൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഗോതമ്പൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് അരഞ്ഞ് വരണം, അതുവരെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊട്ടും നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതല്ല ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാവുന്നതാണ്. കൊഴുപ്പില്ലാത്ത പാല് മാത്രം ചേർത്താൽ മതിയാവും. ഇപ്പോൾ ബാക്കിയുള്ള പാലും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും തിക്നെസ് ഈ സ്മൂത്തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗോതമ്പിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ പാല് ഒഴിച്ചിട്ട് കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുത്തിട്ട് അധികം പേർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ചെറിയ 2 സെർവിങ് ഗ്ലാസ്സിലാണ് ഞാൻ സെർവ് ചെയ്തത്. ഇനി കുറച്ച് ഗോതമ്പ് വറുത്തതും കൂടി എൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല അടിപൊളി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.